അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഡിഷ് വാഷും അതേപോലെ വിനിഗറും വെള്ളവും കൂടെ കലക്കിയതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഷ് വാഷും അതുപോലെ വിനിഗറും വെള്ളവും കൂടെ കുറച്ച് കലക്കിയിട്ട് ഇതേപോലെ നമുക്ക് തുടക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ആ ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കിയിട്ടും ഫ്രിഡ്ജ് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വിനിഗർ ഒഴിക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ ഡിഷ് വാഷും വിനിഗറും അതേപോലെ കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് മാത്രമായിട്ടൊന്ന് തുടച്ചതിന് ശേഷം നമുക്ക് പിന്നെ നല്ല തുണി വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഡോറിൻ്റെ സൈഡൊക്കെ കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അതേപോലെ ഈ സൈഡ് ഡോറിൻ്റെ കരിമ്പനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിനിഗർ അവിടെ ഒഴിച്ചു കൊടുക്കുക. കാരണം ചിലപ്പോൾ ഹാർഡായിട്ടിരിക്കും, അഴുക്കെല്ലാം നല്ല കട്ടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് വിനിഗർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ തുടച്ചാൽ മതി കേട്ടോ. ഡോറൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും, കരിമ്പം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിനകമൊക്കെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറം മാത്രം ഒന്ന് തുടച്ചെടുത്താൽ മതി. എപ്പോഴും നല്ലോണം പെട്ടെന്ന് ഇതുപോലെ ക്ലീൻ ആക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തുടച്ചതിന് ശേഷം നമുക്ക് ഷീറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രിഡ്ജ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും, ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും കേട്ടോ. ഫ്രിഡ്ജ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രീതിയിൽ തുടച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫ്രീസറിനകമൊക്കെ കണ്ടോ നല്ല വെട്ടി തിളങ്ങുന്നത് കണ്ടോ. അതിൻ്റെ അകത്ത് ആ ഒരു ഇറച്ചിയുടെയും മീൻ്റെയൊക്കെ സ്മെല്ല് പോയിട്ട് നല്ല രീതിയിലായിട്ട് കിട്ടും.